സച്ചിദാനന്ദൻ്റെ കഥയുടെ ബാക്കി. വായുഗുളിക വാങ്ങാനല്ല, അന്ത്യകൂദാശയ്ക്ക് പാതിരിയെ വിളിക്കാനല്ല, സഹോദരിക്ക് പ്രസവവേദന തുടങ്ങിയിട്ടില്ല, ഉദ്യോഗത്തിനുള്ള ഇൻ്റർവ്യൂ ഒന്നുമില്ല, കാമുകി റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്നില്ല, സമരമൊന്നും ഉദ്ഘാടനം ചെയ്യാനില്ല, വീടിന് തീപിടിച്ചിട്ടില്ല, സുനാമി പിറകെ വരുന്നില്ല, വൈൻ ഷോപ്പ് അടക്കാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ ഒരു തവണ ആ ചോദ്യം ചോദിച്ചവർ പിന്നെ ആ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. നിവൃത്തികെടുമ്പോൾ മാത്രമേ സുവീരൻ പോയ വഴിക്കു തന്നെ തിരിച്ചു വരാറുള്ളൂ. താൻ നടക്കുന്ന വഴി സുമാർഗമോ കുമാർഗമോ എന്നൊന്നും അയാൾ ആലോചിക്കാറില്ല. അതുകൊണ്ട് ചില സദാചാര പോലീസുകാർ അയാളെ ചിലപ്പോൾ സംശയിക്കാതെയും ഇരുന്നിട്ടില്ല. പക്ഷേ നേത്രങ്ങൾ ചക്രവാളത്തിൽ ഉറപ്പിച്ചവനുണ്ടോ? നശ്വരമായ ദേഹത്തിൻ്റെ ആർത്തികൾ ശമിപ്പിക്കാൻ സമയം. വഴിയെ വരിച്ചവന് എന്ത് ലക്ഷ്യം? സർവസാക്ഷിയായ നിത്യപഥികന് എന്ത് അബദ്ധസഞ്ചാരം? ഇതിനകം തൻ്റെ നഗരത്തിലെ എല്ലാ പ്രധാന തെരുവുകളും ഉപതെരുവുകളും ഊടുവഴികളും അയാൾ പരിചിതമായിരുന്നു. ഓരോ ബസ്സും വണ്ടിയും എപ്പോൾ ഏതിലൂടെ കടന്നുപോകും, എവിടെയൊക്കെ നിർത്തും, ആരെല്ലാം എപ്പോൾ പതിവായി കയറും, എന്നു പോകുന്ന സ്വകാര്യ കാറുകൾ എന്തെല്ലാമാണ്, അവയിലുള്ളവർ ഏത് ഓഫീസിൽ, കോളേജിൽ അഥവാ വീട്ടിൽ ചെന്ന് കയറും, ഏത് പശു എപ്പോൾ റോഡ് മുറിച്ചു കടക്കും, എല്ലാം അയാൾക്ക് തിട്ടമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അയാൾ നഗരവിജ്ഞാന കോശമോ രഹസ്യങ്ങളുടെ കലവറയോ ആയിരുന്നു എന്ന് പറയാം. അയാൾ ഒരു ഷെർലക് ഹോംസ് ആണോ എന്നുവരെ സംശയിച്ചവരുണ്ട്. കൂടെ വാട്സൺ ഇല്ലാത്തതുകൊണ്ട് മാത്രം ആവില്ല എന്ന് അവർ കരുതി. സുവീരൻ എപ്പോൾ ഏതിലൂടെ കടന്നുപോകും എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു. അയാൾ ഭൂമധ്യരേഖയൊന്നും ആയിരുന്നില്ലല്ലോ. നിരീക്ഷകനായിരുന്നെങ്കിലും നല്ല ഒരു ആസൂത്രകനായിരുന്നു.